ബിജു മേനോൻ. യെസ്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ താങ്കൾ കുഞ്ചാക്കോ ബോബനുമായിട്ട് വീണ്ടും ഒരു കോമ്പിനേഷനിൽ അഭിനയിക്കുന്നത്, ഭയ്യ ഭയ്യ എന്ന ചിത്രത്തിൽ. എന്ത് തോന്നുന്നു താങ്കൾക്ക് ആ സിനിമയിലെ എക്സ്പീരിയൻസും സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീലിങ്ങും? മിസ്റ്റർ ചാക്കോച്ചൻ, എനിക്ക് തോന്നിയത് ഇപ്പോൾ ഓർഡിനറിക്ക് ശേഷം, റോമൻസിന് ശേഷം നമ്മൾ അടുത്തൊരു സിനിമ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചു. അപ്പോൾ പ്രേക്ഷകരെ നല്ലൊരു കഥയല്ലാതെ പ്രേക്ഷകരുടെ മുമ്പിൽ വരണ്ട, അല്ലെങ്കിൽ പ്രേക്ഷകർ കൂടുതൽ ബോറടിപ്പിക്കേണ്ട, നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കാൻ നമ്മൾ മ്യൂച്വലായി തീരുമാനിക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തതാണ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായതിൻ്റെ കാര്യം. പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ആൾക്കാരുടെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ രസിപ്പിക്കുന്നൊരു സിനിമയായിരിക്കണമെന്ന് തീരുമാനിക്കുകയും. പക്ഷെ അങ്ങനെയല്ല, അപ്പോൾ ആൾക്കാർ പൊതുവെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. അപ്പം ഡെയിലി എൻ്റെ ഗ്ലാമർ കൂടുന്നു, താങ്കൾക്ക് കുറച്ച് ഏജ് ഫീൽ ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബ്രേക്ക് താങ്കളായിട്ട് എടുത്തു എന്നുള്ള ഒരു പ്രചരണം ആൾക്കാരുടെ ഇടയിലുണ്ട്. ഈ ചെടികൾക്കായാലും മനുഷ്യനായാലും ശരി, ഓരോ സമയത്ത് തന്നെ വളർച്ചയുണ്ട്. ഈ ചിലത് ഈ വളർച്ച മുരടിക്കാന്ന് പറയില്ല, അതിന് ചെറുപ്പാവാണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വയസ്സാവുന്നുണ്ട്, നീ പക്ഷേ ചെറുപ്പാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എഫേർട്ടുണ്ട്, മീൻസ് കളിക്കുകയാണെങ്കിലും മറ്റ് ജിമ്മിൽ പോവുകയാണെങ്കിലും ഷട്ടിലാണെങ്കിലും ആരോഗ്യപരിപാലനം വളരെ കൂടുതലുണ്ട്. അത്രയില്ല. ഇനി മര്യാദയ്ക്ക് സംസാരിക്കും, എനിക്ക് വയ്യ എങ്ങനെയൊന്നും. അപ്പോൾ ഭയ്യ എങ്ങനെയുണ്ട്? ആശ്വാസമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നമ്മൾ ഓണത്തിന് നമ്മളെല്ലാവരും എടുത്തൊരു എഫേർട്ട് പ്രേക്ഷകർക്ക് ശരിക്കും മലയാള സിനിമയിൽ ഒരു ഇടക്കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു കോമ്പറ്റീഷനായിട്ടുള്ള ഒരു വലിയ സിനിമകൾ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന എല്ലാവരുടെയും സിനിമകൾ, അത് വലിയ ബഡ്ജറ്റിലുള്ള കമേഴ്ഷ്യൽ ആംഗിളിൽ തന്നെ എടുത്തിട്ടുള്ള സിനിമകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭയ്യ ഭയ്യ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരും കുട്ടികളും സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. എനിക്ക് ആദ്യത്തെ 2-3 ദിവസത്തിന് ശേഷമാണ് ഫാമിലി ശരിക്കും ഒരു ഓണത്തിൻ്റെ ഒരു ഹാങ് ഓവറിന് ശേഷം ഫാമിലി തിയേറ്ററിലേക്ക് വരികയും പിന്നീടാണ് നമ്മുടെ കളക്ഷൻ പോയിൻറ്റും പിക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോട്ടാ ഭയ്യയും ഈ ബഡാ ഭയ്യയും പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് മലയാള സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ട എല്ലാവരോടും ഒരു നന്ദി പറയാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകളുടെ കോമ്പറ്റീഷൻസ് ഉണ്ട്. എല്ലാവരും വൻ ബഡ്ജറ്റ് സിനിമകളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു സിനിമ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യണം എന്നുള്ള അബ്സല്യൂട്ട് ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുണ്ട്. ഒരു വൻ ലോജിക്കുള്ളതോ അല്ലെങ്കിൽ ഭയങ്കരമായൊരു കഥയോ അല്ല നമ്മൾ ലക്ഷ്യമാക്കില്ല. ആൾക്കാരെ അബ്സല്യൂട്ട്ലി എൻ്റർടൈൻ ചെയ്യുക, ആൾക്കാർ എൻ്റർടൈൻഡ് ആണെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. തീർച്ചയായും. ഈ ബാബുറാം ചാറ്റർജി എന്നാണല്ലോ എൻ്റെ ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പം ഓർഡിനറി ചെയ്യുകയാണെങ്കിലും അതിനുശേഷം നമ്മുടെ ഭയ്യ ഭയ്യയിലേക്ക് വരികയാണെങ്കിൽ താങ്കൾ ഈ സ്ലാങ്ങിൽ പിടിച്ച് കളിക്കുന്നുണ്ട്. ഈ അഭിനയത്തിൽ ഈ വെറൈറ്റി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണോ സ്ലാങ്ങിലേക്ക്? നിന്റെ അത്ര വെറൈറ്റി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്ലാങ്ങിൽ പിടിക്കുക. ഇതിൽ സ്ലാങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തൊന്നുമല്ല. നമ്മുടെ ഒരു ക്യാരക്ടർ ബംഗാളിൽ നിന്ന് ചെറുപ്പത്തിലൂടെ വന്നു, അപ്പോൾ പ്രോപ്പറായിട്ട് മലയാളം സംസാരിക്കില്ല എന്നുള്ള സാധനം മാത്രമേ പഠിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൺ സ്ലാങ് ഒന്ന് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് കിട്ടുന്ന ചെറിയ ചെറിയ ചിരികളുണ്ടല്ലോ, നമുക്ക് തെറ്റി പറയുന്നതുകൊണ്ടുള്ള ആൾക്കാർ ആ ഏരിയയിൽ ചിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. അല്ലാതെ ഓർഡിനറി പോലെ ഒരു വൺ സ്ലാങ് ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ല. തെറ്റി മലയാളം പറയുന്നതിൻ്റെ ഏരിയ അത്രയേ ഉള്ളൂ. നിൻ്റെ സ്ലാങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും ബംഗാളി തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ആളായിട്ടാണ് ഞാൻ. നീ ഒരു ബംഗാളിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരാൾ. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും മലയാളികളെക്കാൾ കൂടുതൽ ചില സ്ഥലങ്ങളിൽ ബംഗാളികളാണ് കൂടുതൽ. അവർക്ക് വേണ്ടി തിയേറ്ററുകളിൽ വരെ ബംഗാളി പടങ്ങൾ കാണിക്കുന്ന അവസ്ഥകൾ വരെയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്ക് പോയാൽ ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഇങ്ങനെ വരുമോ? സത്യം, പണിക്കാർ അത്യാവശ്യം ഇനി സിനിമയെ ഇംപ്ലിമെന്റ് നമ്മൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തല്ലോ. ഇതിൽ 3 ബംഗാളി ആർട്ടിസ്റ്റുകൾ, ഇതിൽ ശരിക്കും ഒറിജിനൽ ബംഗാളി ആർട്ടിസ്റ്റുകളെ കൊണ്ട് തന്നെ ഭയ്യ ഭയ്യയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൽക്കട്ട പോർഷൻസ് നല്ല പ്രോമിനന്റ് ആർട്ടിസ്റ്റുകളാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഭയ്യ ഭയ്യയുടെ കഥ ഈ 2 ബംഗാളി ഭയ്യമാരുടെ ആയതുകൊണ്ട് തന്നെ ബംഗാളിലേക്കുള്ളൊരു പോക്ക് അല്ലെങ്കിൽ ബംഗാളിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് അനിവാര്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു യാത്രയിലൂടെ കൂടിയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഈ യാത്രയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്.
കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ അതൊക്കെയാണ് ഈ ഫിലിമിൻ്റെ ഒരു ഫൺ ഏരിയ, റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ. ഞാനും ബിജുവും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നായികമാരുണ്ട്, സുരാജിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. പിന്നെ ഒരു പോയിന്റിന് ശേഷം ഗ്രിഗറിയും ജയശങ്കറും ഈ യാത്രയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ യാത്ര ചെയ്യുന്ന വണ്ടികൾ മാറുന്നുണ്ട്. എന്തിനാണ് ഇവർ യാത്ര ചെയ്യുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം, എങ്ങോട്ടാണ് ഈ യാത്ര, അതൊക്കെ വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് ശരിക്കും ഭയ്യ ഭയ്യ. കൽക്കട്ടയിലും കമ്പം, തേനി, വാഗമൺ, കോട്ടയം, എറണാകുളം ഇവിടെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് യാത്ര ചെയ്യുകയും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനുകളോട് യാത്ര ചെയ്യുകയും അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ആസ്വദിച്ച് ജോലി ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ തരുമ്പോൾ അല്ല, അത് നമുക്ക് കൂടുതൽ ബോറടിക്കാതിരുന്നൊരു കാര്യം, ഈ യാത്രകളും ഇത്രയും ദൂരം എല്ലാം നമുക്ക് ബോറടിക്കാതിരുന്ന കാര്യം നമ്മൾ പറഞ്ഞു പോകുന്നത് ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ആയതുകൊണ്ടും നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം അങ്ങനത്തെ ഫണ്ണി സിറ്റുവേഷൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ബോറടിക്കാതെ പോയത്. കാരണം ഇത്രയും ചൂടിലും ഇത്രയും യാത്രകളിലും നമുക്ക് ഒരു ഏരിയ ചെയ്യുമ്പോൾ വളരെ സ്ട്രെയിൻഡ് ആവണം. പക്ഷെ ഒരു പരിധിവരെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചെയ്തതിനേക്കാളും ഹ്യൂമർ ഇതിൽ സുരാജും തസ്നീ ഖാനും ഷമ്മി ചേട്ടൻ്റെയും ട്രാക്ക് വളരെ ഹിലാരിയസ് ഒരു റൂട്ടാണ്. പിന്നെ ഗ്രിഗറിയുടെയും. അപ്പോൾ എനിക്കൊന്ന് അതെല്ലാം ഈ പറയുന്ന ഈ കഥാപാത്രങ്ങളെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള ഹ്യൂമർ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഈ പടത്തിനെ പിടിച്ചു കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്ലസ്. ഇതിൽ നമ്മൾ എസ്പെഷ്യലി ഞാനിപ്പോൾ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ എൻ്റെ മോൻ കണ്ടു, ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട്, അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, സന്തോഷം. അച്ഛാ അത് ഭായി കുറേ ചിരിച്ചു വെച്ചാൽ സംഭവം. അപ്പം പക്ഷേ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ എന്താടാ കഥ അച്ഛാ നിങ്ങൾ വണ്ടിയിൽ പോകുന്നു. ഞാൻ അത് തന്നെയാണ് എൻ്റെ കഥ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കഥയല്ല, ഒരു രസക്കൂട്ടെന്ന് പറയില്ലേ, ഒരു സ്ഥലത്ത് തുടങ്ങി ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുക, ഒരു ഫണ്ണി. അത് തന്നെ എനിക്കൊന്നും അത് തന്നെയാണ്. നമ്മൾ ഇപ്പം ജോണിയുടെ പടങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം, പുള്ളി CID മൂസ അങ്ങനത്തെ ഒരു കാരിക്കേച്ചർ ലൈനുള്ള കുട്ടികളുടെ മനസ്സോടുകൂടെ കാണാവുന്ന സിനിമകളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകളാണ് അദ്ദേഹത്തിന് കൂടുതലും വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ശ്രേണിയിൽപ്പെടുത്താവുന്ന കുടുംബ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടാവുന്ന വളരെ രസകരമായിട്ടുള്ള ഹ്യൂമർ സിറ്റുവേഷൻസ് ഉള്ള സിനിമയാണ് ഭയ്യ ഭയ്യ.